ഹായ്, സഹദേവ് മോഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിൽ ഇത്തവണ ഒരു മോഡലാണ് അവതരിപ്പിക്കുന്നത്. സ്റ്റിൽ മോഡൽ. പ്രൈമറി തലത്തിലെ കുട്ടികൾക്കും ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കും ചെയ്തെടുക്കാവുന്ന ഒരു നല്ല മോഡലാണ്. പഠിക്കാനുള്ള ആശയവുമായി നേരിട്ട് ബന്ധമുള്ള, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആശയങ്ങളുമായി, ഗണിതാശയങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു മോഡൽ തന്നെയാണ്. ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കട്ടിയുള്ള വെള്ള കാർഡ് ഷീറ്റിലാണ്. ഐവറി കാർഡ് ഷീറ്റ് എന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യവും ഒരു മോഡൽ ഞാൻ കാണിച്ചിരുന്നു ഐവറി കാർഡിലുള്ളത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന പല മെറ്റീരിയലുകളും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്തവണയും ഐവറി കാർഡ് ഷീറ്റ്, വെള്ള ഐവറി കാർഡ് ഷീറ്റാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മോഡൽ. ഇപ്പോൾ കാണുന്നുണ്ടാവും, ക്യൂബുകളാണ്. ക്യൂബുകൾ ക്രമത്തിൽ ഉയരത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗമാണ് കാഴ്ച കിട്ടുന്ന ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ കാഴ്ചപ്പുറം. മറുഭാഗത്ത് നമ്മൾ അങ്ങനെ കാണില്ല. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതാ മൂന്ന് വശം ഇങ്ങനെയും ഇവിടെ ഈ മൂന്ന് വശം ഒന്നിച്ച് നമുക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഈ കളർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പല കളറിലുള്ള ഷീറ്റ് എടുത്ത് രണ്ടാം ഘട്ടത്തിൽ ചെയ്താൽ മതി. ആദ്യ ഘട്ടത്തിൽ നമുക്ക് വെള്ള കാർഡ് ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാണിച്ചു തരാം. ഇതാ വെള്ള കാർഡ് ഷീറ്റിൽ ചെയ്തെടുത്ത നമ്മുടെ മോഡലിന്റെ ഒരു ഭാഗമാണിത്. ഇത് ഇത്തരത്തിലുള്ള പല രൂപങ്ങളും ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഇതിന്റെ തിക്നെസ്. ഞാനിത് 2 സെന്റിമീറ്ററിലാണ് എടുത്തത്. നമുക്കിത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കും അത് 2 സെന്റിമീറ്ററിൽ എടുക്കുന്നതായിരിക്കും സൗകര്യം. പക്ഷേ മത്സരത്തിന് കുറച്ചും കൂടെ വലുപ്പം വേണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 3 സെന്റിമീറ്റർ, ഒരു യൂണിറ്റ് 3 സെന്റിമീറ്റർ ആക്കിക്കൊണ്ട് ചെയ്താൽ കുറച്ചും കൂടെ വലിയ മോഡലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ നിർമ്മാണം കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ കളർ ഷീറ്റിൽ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. പക്ഷേ നമുക്ക് തുടക്കത്തിൽ വെള്ള ഷീറ്റിൽ ചെയ്താൽ എങ്ങനെയാണ് നോക്കുക. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുശേഷം കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് ഐവറി കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐവറി കാർഡ് ഓഡിയുടെ ഐവറി കാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇത് A4 സൈസിലാണ് ഉണ്ടാകുക. A4 സൈസിൽ. അപ്പോൾ അത് 25 എണ്ണമുള്ള പേക്കും ഉണ്ട്, 50 എണ്ണമുള്ള പേക്കും ഉണ്ട്. ഇതാണ് ഒരു A4 സൈസിലുള്ള ഷീറ്റ്. ഐവറി കാർഡ് ആയതുകൊണ്ട് നല്ല തിക്നെസ് ഉണ്ടാവും. യെസ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മെറ്റൽ സ്കെയിലിൻ്റെ അടിവശത്ത് ഞാനൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് സ്കെയില് 30 സെൻറ്റിമീറ്ററിൻ്റെ, CD മാർക്കർ, പിന്നെ മുറിക്കാനൊരു കത്തി. ഇത് വലിയ കത്തിയാണ്. വലിയ കത്തി തന്നെ വേണമെന്നില്ല, ചെറിയ കത്തി ഉപയോഗിക്കുക. മറ്റൊന്ന് 3/4 ഇഞ്ച് സെലോ ടേപ്പിൻ്റെ അളവ് 3/4 ഇഞ്ചാണ്. ഇവിടെ ഇതാ A4 സൈസിലാണല്ലോ. അപ്പോൾ ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് അടയാളപ്പെടുത്തുകയാണ്. 2, 4, 6, 8, 10, 12 അങ്ങനെ. അപ്പോൾ നീളം 30 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല. 30 സെൻറ്റിമീറ്ററിൽ കുറവായിരിക്കും. അവസാനം 2 സെൻറ്റിമീറ്റർ കിട്ടില്ല. അതേപോലെ താഴെ ഭാഗത്തും 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുക. ഞാനിത് നേരത്തെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മത്സരത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കത് 3 സെൻറ്റിമീറ്ററിൽ വർദ്ധിപ്പിച്ചാൽ കുറച്ച് വലുപ്പം ഉണ്ടാവും. വലുപ്പം കൂടുതൽ വേണം. ഞാനിത് ചെയ്യാനുള്ള സൗകര്യത്തിന് 2 സെൻറ്റിമീറ്റർ ആക്കിയതാണ്. ഇനി ഓരോ പോയിൻറ്റും ചേർത്ത് പാരലൽ ലൈന് വരയ്ക്കുകയാണ്. ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് പാരലൽ ലൈന് വരയ്ക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്ററുള്ള സമചിത്രങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ അതൊരു ഗ്രാഫ് ആയിട്ട് നിൽക്കും. അപ്പോൾ തുടർച്ചയായി വര വരക്കുമ്പോൾ ഈ രൂപത്തിൽ ചെയ്യുന്നതാണ്. വലത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗത്തേക്കാണ് വരച്ചു പോകേണ്ടത്. എങ്കിലേ നമ്മൾ വരക്കുന്ന എല്ലാ വരകൾക്കും നമ്മൾ കണ്ടുകൊണ്ട് അടുത്ത വര, ഇല്ലെങ്കിൽ വരക്കുന്ന വരയുടെ മേലെ സ്കെയിൽ കീറി വരും. അങ്ങനെ പാടില്ല. ഇനി ആ ഭാഗത്ത് താഴെ ഭാഗത്തും ഒരറ്റത്ത് 0 വെച്ച് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ 20 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവും. ഇതിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ബാക്കി ഉണ്ടാവും. 20 വരെ അടയാളപ്പെടുത്തി. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ ബാക്കിയുള്ളതാണ്, നമുക്കത് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. ഇവിടെയും നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ കടന്നു വരുന്ന രൂപത്തിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമചതുരങ്ങളാണ് ഉണ്ടാവുക. 2 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള സമചതുരങ്ങൾ. നമ്മളെ മോഡൽ മത്സരത്തിൻ്റെ സമയമാകുമ്പോൾ 3 സെൻറ്റിമീറ്ററിൽ വലുതാക്കണമെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ. എന്നാൽ നല്ല വലുപ്പമുള്ള മോഡലാവും. ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അളവിന് പുറത്തുള്ള അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് നീക്കുന്നതായിരിക്കും നല്ലത്. വീതിയുടെ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ നമുക്ക് കൂടുതലുള്ളതാണ്, അത് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഒരു തവണ വലിക്കുമ്പോൾ തന്നെ നമുക്ക് മുറിഞ്ഞ് വരണം. അപ്പോൾ അതിന് കണക്കായിട്ട് അതിന് ശക്തി കൊടുക്കണം. ഇനി അടുത്ത മുഴുവനായിട്ട് മുറിക്കുന്നില്ല, ഒരു പകുതി ശക്തിയിലേ മുറിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ മുറിഞ്ഞ് വീഴരുത്. എന്നാൽ അവിടെ മുറി വരികയും വേണം, തിരിച്ച് നമുക്ക് കൃത്യമായിട്ട് മടക്കാൻ പറ്റണം. 2 അങ്ങനെ 3 എണ്ണം ഈ പകുതി മുറിച്ചിട്ട് 4-മത്തത് മുഴുവനുമായിട്ട് മുറിക്കുക. 4-മത്തെ മുഴുവൻ മുറിച്ച്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണവും നമ്മൾ പകുതി മാത്രമേ മുറിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ മടങ്ങി കിട്ടുന്നത്. ഇനി സെലോ ടേപ്പ്, 3/4 ഇഞ്ച് സെലോ ടേപ്പ് എടുത്ത് പകുതി പേപ്പറിലും പകുതി പുറത്തുമാണുള്ളത്. പകുതിയേ പേപ്പറിലുള്ളൂ, പകുതി പുറത്താണ്. ആ ഭാഗം മടക്കി തിരിച്ച് മടക്കുക. അപ്പോൾ അളവ് റെഡിയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു സ്ക്വയർ പൈപ്പ് പോലെയാണ് കിട്ടുക കൃത്യമായിട്ട്. അപ്പോൾ സെലോ ടേപ്പ് ഉള്ളിലാണ് ഇപ്പോഴുള്ളത്, ഒരു പൈപ്പ് പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ മുറിക്കുകയാണെങ്കിൽ അതും ഒരു ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ 1 മുറിച്ച് പിന്നെ 2 യൂണിറ്റിൽ മുറിക്കുകയാണ്. 2 അടുത്തത് 3 എടുക്കുന്നത്. 3 ഇപ്പോൾ വ്യത്യസ്ത നീളത്തിൽ മുറിക്കുകയാണ്. അടുത്തത് 4 കിട്ടി. യെസ്. ഇനി ഇതിൻ്റെ 2 ഭാഗം ഇപ്പോൾ ഗ്യാപ്പാണ്, അതെങ്ങനെയാണ് ഒട്ടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു 2 സെൻറ്റിമീറ്റർ ആ ഒരു പീസ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം സെലോ ടേപ്പ് പകുതി പേപ്പറിലും പകുതി പുറത്തും മേൽഭാഗത്താണുള്ളത്. ഇനി അതേപോലെ താഴോട്ടും പകുതി പേപ്പറിലും പകുതി താഴെയും. ഇപ്പോൾ ആ പേപ്പറിൻ്റെ 2 ഭാഗത്തും സെലോ ടേപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ സെലോ ടേപ്പോട് കൂടിയാണ് മുറിയുന്നത്. ഉണ്ടോ? അപ്പോൾ 2 അറ്റത്തും സെലോ ടേപ്പ് ഉണ്ടാവും മുറിക്കുമ്പോൾ.
കത്തി, ചെറിയ കത്തി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആ വലിയ കത്തിയുടെ മൂർച്ച ലേശം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ കത്തി ഇപ്പോൾ എടുത്തത്. ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് ഭാഗത്തും സെലോ ടേപ്പ് ഉണ്ടാവും, മേലെ ഭാഗവും താഴെ ഭാഗവും. യെസ്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് ആ ഒരു പീസ് എടുക്കുകയാണ്. അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ 4 ചുമരാണ് അവിടെ 4 ഭാഗത്തുണ്ട്. ഇനി അടിയും മേലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ സെലോ ടേപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സൗകര്യത്തെ കിട്ടിയത്. ഇനി മറ്റേ ഭാഗത്തും 2 ഭാഗത്തും ഒട്ടിക്കുന്നത് ഇങ്ങനെ, മറ്റേ ഭാഗവും. ഓക്കെ, യെസ്. 2 ഭാഗവും, അതായത് ഇപ്പം 4 ഭാഗവും വന്നു കഴിഞ്ഞു, 4 ഭാഗവും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റാം, എന്നാൽ ഒരു നല്ല ഉറപ്പ് കിട്ടും, നല്ല ഉറപ്പുണ്ടാവും ഇതിന്. യെസ്. ഇപ്പോൾ ഇതാ ഒരു ക്യൂബ് നമ്മൾക്ക് കിട്ടി. അത് 1 യൂണിറ്റിൻ്റെ ക്യൂബാണ്. ഇനി നമ്മൾ എടുക്കുന്ന 2-ൻ്റെതാണ്. 2 ആക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 2 വശത്തും ഇങ്ങനെ എളുപ്പത്തിൽ ഒട്ടിക്കാം. ആ അറ്റത്ത് അതേ ലെങ്ത്തിലാണ് സെലോ ടേപ്പ് ഉള്ളതെന്നുള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് നമുക്ക്. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒരു വട്ടം ഒന്ന് വൈൻഡ് ചെയ്താൽ നല്ലൊരു ഉറപ്പുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന രൂപം, മോഡലിനെ നല്ലൊരു ഗ്ലേസിങ്, അതായത് ലാമിനേറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. യെസ്. 2 ഉണ്ടായി കഴിഞ്ഞാൽ 3-ൻ്റെ എങ്ങനെയാണ്? അറ്റത്തൊട്ടിക്കുന്നതെല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണ്. ആ സെലോ ടേപ്പിൻ്റെ കഷ്ണം അവിടെ കറക്റ്റാണ്, ആ ലെങ്ത്ത് റെഡിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടി. ആ വിരലുകൊണ്ട് ഒന്ന് തടവുന്ന സമയത്ത് അതവിടെ കൃത്യമായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഒരു വട്ടം വൈൻഡ് ചെയ്യുന്നത് 3/4 ഇഞ്ച് സെലോ ടേപ്പ് 2 ഇഞ്ചിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരുഭാഗത്തും ഓരോ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ വളഞ്ഞു പോകരുത്. നിങ്ങളിത് 3 സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയെടുക്കുമ്പോൾ വേണമെങ്കിൽ 1 ഇഞ്ച് ടേപ്പ് എടുക്കാം. 3/4 ഇഞ്ച് സെലോ ടേപ്പിന് പകരം 1 ഇഞ്ച് സെലോ ടേപ്പ് എടുത്താൽ ഇതേമാതിരി കൃത്യമായിട്ട് കിട്ടും. ഇതാ 4-ൻ്റെതാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. യെസ്. അപ്പോൾ അതും ഈ രൂപത്തിൽ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ടേപ്പ് ചുളിഞ്ഞു പോകരുത്, അതായത് വളഞ്ഞിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് നേർരേഖയിലാണെങ്കിൽ ചുളിവുണ്ടാവില്ല. ഒന്ന് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേപ്പിൻ്റെ ആ ഭാഗത്ത് ചുളിവ് വരും, അത് നമ്മളെ ഭംഗിനെ ബാധിക്കും. യെസ്. 4 ചെയ്തു. ഇനി 5-ൻ്റെതാണ് ഉണ്ടാക്കേണ്ടത്. 5. അപ്പോൾ ഈ ഷീറ്റിൽ നമുക്ക് പിന്നെയും കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുറിച്ചിടുന്നില്ല, ഒരു ഹാഫ് മുറി. നാലാമത്തതാണ് മുറിച്ചിടുന്നത്. ഓക്കെ. സെലോ ടേപ്പ് പകുതി പുറത്താക്കിക്കൊണ്ട് വെക്കുന്നു, പകുതി പുറത്ത്.
അവിടെ കറക്റ്റായിട്ട് അളവ് റെഡി ആണെങ്കിൽ അവിടെ റെഡി ആയിരിക്കും നന്നായിട്ട്. വീണ്ടും സ്ക്വയർ പൈപ്പ് പോലെ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇനി 5 ആണല്ലോ വേണ്ടത്, 5 കണക്കാക്കി മുറിക്കുകയാണ്. 5. യെസ്. ഇവിടെയും നമ്മൾ നേരത്തെ ഒട്ടിച്ച മാതിരി അടിയിലും മേലെയും ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അതിനുശേഷം ഒന്ന് വൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എണ്ണം ചെയ്ത്? 1, 2, 3, 4, 5 എണ്ണം ചെയ്തു. ഈ രൂപത്തിൽ 10 വരെ ചെയ്തെടുക്കണം. 10 വരെ ചെയ്തെടുക്കണം. 1, 2 ഇതാ ആ ഹൈറ്റിൻ്റെ കണ്ടോ, കറക്റ്റായിട്ട് ആ നേർരേഖയിൽ തന്നെ കിട്ടും. യെസ്. ഇനി നമുക്ക് 6 ആണ് ഉണ്ടാക്കേണ്ടത്. 6. ഹാഫായിട്ട് മുറിക്കുന്ന, അങ്ങനെ 3 മുറി ഹാഫിൽ. 4-മത്തത് മുഴുവനായിട്ട് മുറിച്ചിടുന്നു. ഇപ്പോൾ ടേപ്പ് പകുതി പേപ്പറിലും പകുതി പുറത്തുമായിട്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് ചെയ്യുമ്പോൾ ഈ പഴയ മേശയിലൊന്നും വെച്ച് ചെയ്യരുത്. കാരണം ആ ടേപ്പ് അവിടെ പറ്റിപ്പോയിട്ട് പിന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഉണ്ടാകുക. യെസ്. ഇതാ അടുത്തത്. യെസ്. ഇതെത്രയാണെന്ന് നോക്ക്. ഇത് 10 എണ്ണമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10ൻ്റെതാണ്, വലുതാണ്. യെസ്. അതും ഇതേപോലെ ഒട്ടിക്കാം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഒട്ടിച്ച് അതേപോലെ ഒട്ടിക്കാം. ഈ വൈൻഡിങ് ആണ് നമ്മളെ ആ രൂപത്തിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന, ഉറപ്പ് കൊടുക്കുന്ന. ശരിക്കത് ഇപ്പോൾ 2 വശത്താണ് വൈൻഡിങ് വന്നത്, മറ്റേ ഭാഗത്ത് വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് ഉള്ളിലേക്ക് പോകുന്നതാണ്. പുറത്തുള്ള 2 ഭാഗത്തും ആ വൈൻഡിങ് വന്നു കഴിഞ്ഞു. ഇത് ഞാൻ ഇതാ ഗ്രാഫ് തിരിച്ചും മറച്ചെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വേണമെന്നില്ല. ശരിക്ക് ഒരു സൈഡ് വരയ്ക്കുകയും ഒരു സൈഡ് പോയിൻ്റ് ഇട്ടാലും മതി. ഇതാ മേലെ താഴെ പോയിൻ്റ് ഇട്ട് ആ പോയിൻ്റിലേക്കാണ് ഞാൻ കത്തി വെച്ച് മുറിക്കുന്നത്. സ്കെയിൽ വെച്ച് ആ പോയിൻ്റിലാണ് വെക്കുന്നത്. ഇത് അടുത്ത പോയിൻ്റിലേക്ക് നോക്കുന്നത്, 4-മത്തെ പോയിൻ്റിലേക്ക് നോക്കി അവിടെയാണ് നമ്മൾ മുറിക്കുന്നത്. യെസ്. അപ്പോൾ ചെയ്തു വരുമ്പം നമുക്ക് സമയം കൂടുതലെടുക്കുന്ന, അതൊന്ന് സമയം മെച്ചപ്പെടുത്താനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. അത് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ പിന്നെ സ്പീഡ് ചെയ്യുന്നേരോ ഗ്രാഫാക്കി വരക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് വരക്കാതെ വിടാം. ഇത് 10-ലായിരുന്നു ലെങ്ത്ത്, അതും ഒരു യൂണിറ്റ് മുറിച്ച് 9-ലേക്ക് എടുക്കുകയാണ്. 9 യൂണിറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിനെയും അടപ്പ്
മേലെയും താഴെയുള്ള അടപ്പ് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്ന നേരം അധികം അടുപ്പിച്ച് ചെയ്യരുത്. അടുപ്പിച്ച് ചെയ്താൽ നമ്മൾ തിരിച്ച് മടക്കുമ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ നിന്ന് ടയപ്പ് അടർന്നിങ്ങ് പോരും. ലേശം ഒരു ലൂസ് വേണം. ലേശം ഒരു ലൂസോട് കൂടിയാണെങ്കിൽ നമുക്കിങ്ങനെ നന്നായിട്ട് മടക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മൾ 10, പിന്നെ ഇത് 9ൻ്റെതാണ്, 9. ഇനി 8ഉം 7ഉമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. 8ഉം 7ഉം. ഒൻപത് കിട്ടി. യെസ്. അടുത്തത് 8. കറക്റ്റ് ആ നേർരേഖയിൽ വരും 8. ഇത് 10 യൂണിറ്റ് തന്നെയാണുള്ളത്. 8 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് 3 യൂണിറ്റ് മുറിച്ച് മാറ്റിയാൽ മതി. അത് സ്ക്വയർ ചെയ്യുന്നതിൻ്റെ മുമ്പേ ചെയ്യുന്നതാണ്. കാരണം അധികം നീളത്തിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു അളവിന് വ്യത്യാസമുണ്ട്, അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്ക് കൂടുതലുള്ളത് 3 യൂണിറ്റാണ്. ആ 3 യൂണിറ്റ് മുറിച്ച് മാറ്റുകയാണ്. സെലോ ടേപ്പിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ അറ്റം എപ്പോഴും പൊക്കി വെക്കണം. ഇങ്ങനെ മുറിച്ചതിന് ശേഷം ആ സമയം തന്നെ അതൊന്ന് പൊക്കി വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ എടുക്കുന്ന നേരം ലേശം ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റായിട്ട് എടുത്ത് ഇനി ആ കഷ്ണം താഴെ മേലെ ഒട്ടിക്കാനുള്ള കഷ്ണം ഞാനിത് 1-10 വരെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ബാക്കിയുള്ളതൊക്കെ ഇതേ രൂപത്തിൽ തന്നെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇതിൻ്റെ മുഴുവൻ കാര്യവും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓരോ കഷ്ണം വീണ്ടും മുറിച്ചെടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ അളവ് വളരെ കൃത്യമായിരിക്കണം. അതുപോലെ കോണളവ് കറക്റ്റ് മട്ടായിരിക്കണം. 90 ഡിഗ്രി തന്നെയായിരിക്കണം. ഇല്ലെങ്കിൽ ഈ രൂപത്തിലൊന്നും ആവില്ല. പിന്നെ ഇത് ഓരോന്നല്ല, എല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിക്കേണ്ടതാണ്. ഒന്നിച്ചൊട്ടിച്ച് വരുമ്പോൾ ഒന്നുപോലും കൂടുതലും കുറവും ഉണ്ടാവരുത്. 1 മില്ലിമീറ്ററിൻ്റെ പോലും വ്യത്യാസം ഉണ്ടാവരുത്. ഇനി നോക്ക്, നമ്മൾ ആ ചെയ്തെടുത്ത 10 എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ ചെയ്തെടുത്ത്. 10 വരെ. ഇപ്പോൾ എത്ര ക്യൂബുണ്ട് മൊത്തം? 1ൻ്റെ ഉണ്ട്, 2ൻ്റെ ഉണ്ട്, അങ്ങനെ മൊത്തം എണ്ണിക്കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. മൊത്തം 55 ക്യൂബുകളാണ് അതുള്ളത്. യെസ്. ഇനി നമുക്കത് ചേർത്തൊട്ടിക്കണം. ചേർത്തൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. അതായത് 1ാമത്തവും 2ാമത്തവും ചേർത്തൊട്ടിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ടേപ്പ് വേണം. 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ചെറിയ ടേപ്പ്. അത് എന്നിട്ട് അതിൻ്റെ വക്കിൽ വെച്ച് ബാക്കി പകുതിയിൽ 2 തൊടിയിച്ച് വെക്കുകയാണ്. ഇത്രയും പണിയുള്ളൂ. 1ഉം 2ഉം ചേർന്ന് ഒട്ടിക്കഴിഞ്ഞു. ഇനി 3 ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. പകുതി, ആ ടേപ്പിൻ്റെ പകുതി പുറത്താണുള്ളത്. ആ പുറത്തുള്ള ടേപ്പാണ് 3ൻ്റെ മേലെ വരുന്നത്. അപ്പോൾ 3 എണ്ണവും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി 4
ഒട്ടിക്കുമ്പോൾ 4-മ്മലല്ല ഒട്ടിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. 3-ന്റെ ക്യൂബിലാണ് ഒട്ടിക്കുന്നത്. ടൈപ്പ് ഒട്ടിക്കുന്നത്. 1 2 3 4 1 + 2 + 3 + 4 ആയി. ഇപ്പോൾ നോക്ക്, ഇത് ട്രയാങ്കിൾ രൂപത്തിലാണ് വലുതായി വരുന്നത്. ത്രികോണ സംഖ്യകളാണ്. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ത്രികോണ സംഖ്യകൾ, ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇപ്പോൾ നോക്ക്, ആദ്യത്തെ 5 നമ്പറുകൾ 1 + 2 + 3 + 4 + 5 15 അടുത്ത ട്രയാങ്കുലർ നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കുലർ നമ്പർ, ആദ്യത്തെ ത്രികോണ സംഖ്യ 1 തന്നെയാണ്. പിന്നീട് 1-ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ കിട്ടുന്നത് 1 2 3 രണ്ടാമത്തെ ത്രികോണ സംഖ്യ. പിന്നെ ആ 3-ൻ്റെ കൂടെ 3 കൂടെ ചേർത്ത് കൂട്ടുമ്പോൾ കിട്ടുന്ന 6, അതാണ് മൂന്നാമത്തെ ത്രികോണ സംഖ്യ. പിന്നെ 6 4 10, അടുത്തത് 10 5 15, അടുത്തത് 15 6 21. ഇതാ ഇപ്പോൾ 21 ക്യൂബുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ. അടുത്തത് 21 7 28, 7 ചേർത്ത് വെക്കുന്നത്. ഇപ്പോൾ 28 എണ്ണം കിട്ടിക്കഴിഞ്ഞു നമുക്ക്. അടുത്തത് 28 8 36, ഘട്ടകൾ വന്നു. അടുത്തത് 36 9 ഇപ്പോൾ ഒട്ടിക്കുന്നത്. 36 9 45 45. അടുത്ത 45 10 55. അപ്പം മൊത്തം 55 ക്യൂബുകളാണ് അവിടെ ഉള്ളത്. അത് 2 തരത്തിലാണ്. 1 3 4 5 6 7 8 9 10. അപ്പോൾ തിരിച്ചും മറച്ചും ഒക്കെ വെച്ചാൽ അത് ആ രൂപത്തിൽ തന്നെയാണ് കാണുക. 2 ഭാഗത്തുനിന്നും നമുക്ക് തുടർച്ചയായി 10 എണ്ണം എണ്ണിയെടുക്കുക. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത്. ശരിക്ക് ഈ രൂപത്തിലല്ല വേണ്ടത്, അത് ഫിറ്റ് ചെയ്യുക വേണ്ടത്. അപ്പോൾ മറുവശം കൂടി ടൈപ്പ് ഒട്ടിച്ചാൽ മാത്രമേ അത് ഇതിപ്പോൾ വിജാവരി പോലെ നമുക്ക് ഇളക്കി കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചതാണ്. ശരിക്ക് നമുക്ക് സ്റ്റിൽ മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളക്കമില്ലല്ലോ. അപ്പോൾ മറ്റേ ഭാഗത്തും ടൈപ്പ് വെക്കുകയാണ്. അപ്പോൾ ഇനി ഇത് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇളക്കി, നേരത്തെ പോലെ ഇളക്കി പിന്നെ ഓരോന്നും പ്രത്യേകം കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോ ജോയിൻറ്റിലും ടൈപ്പ് ഒട്ടിക്കുകയാണ്. അപ്പോൾ മറുവശത്തും ഇങ്ങനെ തന്നെ ടൈപ്പ് ഉള്ളത് കൊണ്ട് ഇത് ആ രൂപത്തിൽ തന്നെ നിൽക്കും, ഇളകില്ല. അപ്പോൾ ഓരോന്നിനും ആവശ്യമുള്ളത്ര ലെങ്തിലേ ടൈപ്പ് എടുക്കാവൂ. കൂടുതൽ ഒരിക്കലും എടുക്കരുത്. ലേശം കുറഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ കൂടുതലായിപ്പോയത്. ആ 10 എണ്ണം ആ ഗ്യാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സ്ട്രെങ്ത്തിൽ ഒരേപോലെ നിൽക്കും. ഇനി നമുക്ക് ഇതിനൊരു കാഴ്ച കൊടുക്കണമെങ്കിൽ നല്ല ബ്ലാക്കായിട്ട് കാണണം. അതിന് ഓരോ കട്ടയും നല്ല തെളിച്ചത്തോടു കൂടി കാണണമെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പെർമനൻറ്റ് മാർക്കർ, തടിച്ച പെർമനൻറ്റ്, ബോൾഡ് പെർമനൻറ്റ് മാർക്കർ, ബ്ലാക്ക്, നല്ല തടിയുള്ള ബോൾഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പെർമനൻറ്റ് മാർക്കറാണ്. നമ്മൾ ആ ലൈനിലൂടെ കൃത്യമായി വരച്ച് വരികയാണ്. കണ്ടോ, സ്കെയിൽ വെക്കുമ്പോൾ ആ നേർരേഖയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി അളക്കുകയും വരയ്ക്കുകയും മുറിക്കുകയും ചെയ്താൽ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ഈ വരയും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള നല്ലൊരു കാഴ്ച ഉണ്ടാകുക. അവസാനം ആ
ആ അറ്റത്തും വരച്ചതിന് ശേഷം പിന്നെ തിരിച്ചും വരക്കുകയാണ്. തിരിച്ചും വരക്കണം. യെസ്, ഇപ്പോഴാണ് ആ കറക്റ്റായിട്ട് ആ കട്ട തെളിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇത് 1 മുതൽ 10 വരെ ക്യൂബുകൾ ചേർത്ത് വെച്ചതാണ്. നമ്മൾ പറഞ്ഞ് മൊത്തം 55 ക്യൂബുകളാണ്. അപ്പോൾ ഇതാണ് ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലുത്. ഇനി ഇത് ചെയ്തെടുക്കേണ്ടത് അടുത്തത് 10 വരെ വേണ്ട, അടുത്തത് ഇതേപോലെ 9 വരെ വേണം, മൂന്നാമത് 8 വരെ, പിന്നെ 7 വരെ, 6 വരെ, 5 വരെ, 4 വരെ, 3 വരെ, 2 വരെ, 1 വരെ. ഞാനത് അത്തരത്തിലുള്ള ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ 10 വരെ എടുത്തതാണ്. 1, 2 അങ്ങനെ എണ്ണി നോക്കിയാൽ ഇരുവശങ്ങളിലും 10 കിട്ടുക. 10. ഇതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നോക്ക് ഒരു സ്ക്വയറായി. എന്ന് വെച്ചാൽ ഇതാ ഉണ്ടാവും. സോറി, സ്ക്വയർ ഉണ്ടാവില്ല. 10ഉം 10ഉം ആയിട്ട് 10 9 ആണെങ്കിൽ സ്ക്വയർ ആവുക. സോറി, ഇതാ 1ഉം ആ 3, അതായത് ആദ്യത്തെ ത്രികോണ സംഖ്യയാണ് 1, രണ്ടാമത്തത് ഇതാ 1ഉം 2ഉം ചേർത്ത് വെച്ചതാണ്, മൂന്നാമത്തെ 1ഉം 2ഉം 3ഉം, അടുത്തത് 1 2 3 4, അടുത്തത് 1 2 3 4 5, അടുത്തത് 1 2 3 4 5 6, 1 2 3 4 5 6 7, 8 വരെ, 9 വരെ, അവസാനത്തെ 10 വരെയുള്ളത്. ഇത് ഇനി ഇത് പരസ്പരം ചേർത്തൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ചെറിയ ടേപ്പ്, അതായത് 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു ടേപ്പ്, ഒരു കഷ്ണം എടുത്തിട്ട് ആ ചെറിയ ക്യൂബിൻ്റെ ഒരു വശത്ത്, എന്നിട്ട് ഇതാ അതിൻ്റെ പിൻഭാഗത്ത് ഒട്ടിക്കുകയാണ്. ഇതാ ഇങ്ങനെ നിൽക്കും, കണ്ടോ? അപ്പോൾ ആദ്യത്തെ 2 ത്രികോണ സംഖ്യകൾ അവിടെ വന്നു കഴിഞ്ഞ് ഇനി അടുത്ത സെറ്റ് എന്ന് വെച്ചാൽ 1 + 2 + 3 ആണ് ഇനി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നത്. ആദ്യത്തത് 1 + 3 ആണ്. 1ഉം 3ഉം ചേർത്ത് വെച്ച് ഇനി അടുത്തത് 6 എണ്ണം, 1 2 3, അതായത് 1ഉം 2ഉം 3ഉം ചേർത്ത് വെച്ച്, അതാണല്ലോ 6. അതാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. യെസ്, എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ത്രികോണ സംഖ്യകൾ അവിടെ വന്ന്, ആദ്യം 1, പിന്നെ 3, പിന്നെ 6. 1 + 3 + 6 ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇനി അടുത്തത് 10 ആണ്. ഇതാ 10ൻ്റെതാണ് എടുക്കുന്നത്. ഇതാ യെസ്, എന്ന് വെച്ചാൽ 1 + 3 + സോറി 1 + 2 + 3 + 4. ഇത് ഇതാ പുതിയ ഇപ്പം ചേർത്ത് വെക്കുന്ന 1 + 2 + 3 + 4 + 5ൻ്റെതാണ്. 5. അപ്പോൾ ഇപ്പോൾ അതിനോട് ചേർത്തൊട്ടിക്കുന്ന ആ ക്യൂബുകൾ 15 എണ്ണം ഉണ്ട്. 15 എണ്ണം. അപ്പോൾ 1, 3, 6, 10, 15. ഇനി ഇതാ ഇപ്പോൾ ചേർത്ത് വെച്ചത് 21 എണ്ണമാണ്. 21 എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4 + 5 + 6. ഈ ഒട്ടിക്കുന്നതല്ല ഒരു വശത്താണ്, പിറകു വശത്താണ് ഒട്ടിക്കുന്നത്. ഇതാ കണ്ടോ, ക്യൂബ് സ്റ്റെപ്പായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്റ്റെപ്പായിട്ട് കാണും. അടുത്തത് ഇതാ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. യെസ്,
അപ്പോൾ 21 കഴിഞ്ഞിട്ടുള്ള ഇതെത്രയായിരിക്കും? 28 28 അതിൻ്റെ കൂടെ ചേർക്കുന്നത്. യെസ്, ഇത് 28 8 36. പുതുതായിട്ട് ഇപ്പം ചെയ്യുന്നത് 36 അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. 36. യെസ്. അപ്പോൾ ഏതൊക്കെ വന്ന്? 1 3 6 10 15 21 28. ഇനി അടുത്തത് 36. ഇത് 36. യെസ്. ഇതാ ലാസ്റ്റ് 36 കഴിഞ്ഞ് 45 കഴിഞ്ഞ് ഇത് 55. പത്താമത്തത് 55 ക്യൂബുകൾ ചേർന്ന് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് 55. യെസ്. ഓക്കെ. അപ്പോൾ ഇതാ എല്ലാം കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിരമിഡ് സംഖ്യയായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിലുള്ള മൊത്തം എത്ര ക്യൂബ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 10 ത്രികോണ സംഖ്യകളുടെ തുകയായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ആദ്യത്തെ 10 ത്രികോണ സംഖ്യകൾ എത്രയാണോ അത്രയും. അപ്പോൾ എങ്ങനെ വരും? 1 + 3 + 6 + 10 + 15 + 21 + 28 + 28 + 36 + 45 + 55 എത്ര കിട്ടുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു പിരമിഡ് നമ്പറാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇതാ എല്ലാ ഭാഗത്തേക്കും സ്റ്റെപ്പ് കയറി പോകുന്നവ ഏത് ഭാഗത്തുനിന്നും നമുക്ക് അവിടത്തേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കയറി പോകുന്നത് പോലെയുള്ളൊരു കാഴ്ചയാണ് ഉണ്ടാകുക. അപ്പോൾ പേപ്പറിൽ നമ്മൾ വൈറ്റ് പേപ്പറിൽ ഞാൻ ചെയ്ത പോലെ ചെയ്ത് ആ പിന്നെ വരയും കൂടെ ബ്ലാക്ക് ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയുള്ള ഒരു മോഡലായി മാറും. അപ്പോൾ UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ.